നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തുള്ളത് ഇപ്പോൾ പഴയ BJP അല്ല. CPM BJP സംഘർഷത്തിൽ ആർ ശ്രീലേഖ പോലീസിനെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് തലസ്ഥാനം കാണുന്നത്. രണ്ട് ദിവസം മുൻപ് DGPക്കും കമ്മീഷണർക്കും മുൻ DGP ആയിരുന്ന ആർ ശ്രീലേഖ ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചു. വട്ടിയൂർക്കാവ് SHOയ്ക്കെതിരെ നടപടി വേണം, നടപടിയെടുത്തില്ലെങ്കിൽ നടപടിയെടുപ്പിക്കാൻ തനിക്കറിയാം. പിന്നീട് ഝാൻസി റാണിയെ പോലെ കുതിക്കുന്ന ആർ ശ്രീലേഖയെ തലസ്ഥാനം കാണുന്നു. ഇന്നലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ ഒരു ഉജ്ജ്വല സമരം. മഴയ്ക്ക് പോലും ആ സമരവീര്യം കെടുത്താൻ കഴിഞ്ഞില്ല. ഇതിന് തൊട്ടു പിന്നാലെ ശ്രീലേഖ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. അതിങ്ങനെ: DGP പദവിയിൽ നിന്ന് വിരമിച്ച ഞാൻ, 33 വർഷത്തിലധികം പോലീസ് സേനയിൽ അഭിമാനത്തോടെ പ്രവർത്തിച്ച ഞാൻ, ഇതുപോലെ പോലീസിനെതിരെ വിളിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം? വട്ടിയൂർക്കാവ് SHO വിപിൻ, SI ദീപു പിള്ള, മറ്റ് 7-8 പോലീസുകാർ ചേർന്ന് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി BJP പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് കേസുകളെടുത്ത് മർദ്ദിച്ച് രസിക്കുന്നു. അതും CPM ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം. അതിൻ്റെ അവസാനം ഏപ്രിൽ 19 ഇടപ്പഴനി ക്ഷേത്രം ചവിട്ടി തുറന്ന് ഒരു CPM പ്രവർത്തകൻ ഭാര്യയെ ലൈംഗികമായി അവഹേളിക്കുകയും അവയവ പ്രദർശനം നടത്തുകയും ചെയ്തു എന്ന് പരാതിപ്പെട്ട BJP പ്രവർത്തകനെയും കൂട്ടരെയും വലിച്ചിഴച്ച് പോലീസ് വാനിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിച്ച് ബിനുവിൻ്റെ കണ്ണിന് പരിക്കേൽപ്പിച്ച് രക്തത്തിൽ കുളിച്ച അവസ്ഥയിൽ AR ക്യാമ്പിൽ കൊണ്ടുപോയി തള്ളി. അവർക്കെതിരെ ഒരു കേസ് പോലും ഇല്ലാത്തതുകൊണ്ട് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചോളാൻ പറയുകയായിരുന്നു ഈ പോലീസുകാർ. മർദ്ദനമേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട്. ഇത് ചെയ്ത പോലീസുകാർക്കെതിരെ ഒരു നടപടിയുമില്ല, കേസുമില്ല. ഇത് കാണുമ്പോൾ കഷ്ടം തോന്നിപ്പോകും, നാണം തോന്നും. ഇങ്ങനെയുള്ള ഒരു സേനയിലായിരുന്നു ഇത്രയും നാൾ പ്രവർത്തിച്ചതെന്നോർത്ത്. വെറുതെയാണോ ജനം പോലീസിനെ ഇത്രമാത്രം വെറുക്കുന്നത്? പിൻവാതിൽ നിയമനം കിട്ടിയ കുറേ അടിമക്കമ്മികളായിരിക്കും ഇത്തരം ക്രൂരതയ്ക്ക് പിന്നിലെന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ ആളുകൾ കമൻ്റ് ഇടുന്നു. പോലീസിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയത് മുൻ DGP. ഒരിക്കൽ ഇതേ DGPയുടെ മുന്നിൽ സല്യൂട്ട് ചെയ്തു നിന്ന അതേ പോലീസുകാർക്ക് നേരെ ഈ മുൻ DGP അലറി. പോട പുല്ലെ പോലീസെ, കാക്കിയിട്ടൊരു ഗുണ്ടകളെ. തൻ്റെ അനുയായികൾക്ക് മുന്നിൽ വെച്ച ആ മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിച്ചത് ആർ ശ്രീലേഖ IPS. BJP മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടയിൽ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു മുൻ DGP. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറാണ് ആർ ശ്രീലേഖ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്ത് BJP പ്രവർത്തകർ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. പഴയ തിരുവനന്തപുരമല്ല, ഇപ്പോഴത്തെ തിരുവനന്തപുരം നഗരസഭയെന്ന് ഓർത്താൽ നല്ലതെന്നാണ് BJP പ്രവർത്തകർ പോലീസിനോട് പറയുന്നത്. വട്ടിയൂർക്കാവിലുണ്ടായ BJP CPM സംഘർഷത്തിന് പിന്നാലെയാണ് ആർ ശ്രീലേഖ പോലീസിനെതിരെ രംഗത്തിറങ്ങിയത്. പോട പുല്ലെ പോലീസെ, കാക്കിയിട്ടൊരു ഗുണ്ടകളെ, കാക്കിയിട്ട തെമ്പാടികളെ, കാക്കിയിട്ടൊരു ഗുണ്ടകളെ, പിണറായിയുടെ തെമ്പാടികളെ. ഇതായിരുന്നു ആർ ശ്രീലേഖ വിളിച്ചുകൊടുത്ത മുദ്രാവാക്യം. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ DGP ആയിരുന്നു ആർ ശ്രീലേഖ. വിരമിച്ചതിന് ശേഷമാണ് BJPയിൽ ചേർന്നത്. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അവർ ഇപ്പോൾ തലസ്ഥാനം നിറഞ്ഞു നിൽക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മണ്ണാറക്കോണത്ത് നിന്നാണ് പ്രതിഷേധ പ്രകടനം തുടങ്ങിയത്. ഇവരെ നേരിടാൻ സ്റ്റേഷന് മുന്നിൽ വൻ സന്നാഹം പോലീസ് ഒരുക്കി. നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും ക്യാമ്പിൽ നിന്നും പോലീസുകാരെ വിന്യസിച്ചു. ഇരുമ്പ് ബാരിക്കേഡും ജലപീരങ്കിയുമൊക്കെ ക്രമീകരിച്ചു. സ്റ്റേഷന് മുന്നിലെ പ്രധാന കവാടം 4 മണിക്ക് മുൻപ് തന്നെ പോലീസ് അടച്ചുപൂട്ടി. കോരിച്ചൊരിയുന്ന മഴ നനഞ്ഞെത്തിയ മഹിളാ മോർച്ച പ്രവർത്തകർ ഇരുമ്പുവേലിക്ക് മുകളിൽ കയറി പ്രതിഷേധിച്ചു. വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ വിപിനെതിരെയായിരുന്നു മുദ്രാവാക്യം. വട്ടിയൂർക്കാവ് SHO വിപിനെതിരെ നടപടിയെടുക്കുന്നതുവരെ താൻ വിശ്രമിക്കില്ല എന്നാണ് മുൻ DGP ആയിരുന്ന ആർ ശ്രീലേഖ പറയുന്നത്. ഇനി കമ്മീഷണർ ഓഫീസിന് മുന്നിലായിരിക്കും തൻ്റെ പ്രതിഷേധ സമരം. ഇതിനിടയിൽ പുരുഷ പോലീസുകാർ വനിതകളെ നേരിട്ടതോടെ ഇവർ മഴ അവഗണിച്ച് റോഡിൽ കുത്തിയിരുന്നു. ഇതോടെ ജംഗ്ഷൻ വഴിയുള്ള വാഹന ഗതാഗതമെല്ലാം തടസ്സപ്പെട്ടു. വനിതകൾക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായി. പലരും തളർന്നു വീണു. കൗൺസിലർ ഉൾപ്പെടെ 6 വനിതകളെ ആംബുലൻസുകളിൽ ആശുപത്രിയിലേക്ക് മാറ്റി.
എന്നാൽ ഈ വനിതകളുടെ മുൻനിരയിൽ ആർ ശ്രീലേഖ ശക്തമായി നിലയുറപ്പിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയാണ് ആർ ശ്രീലേഖ. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി അഞ്ജനയും സമരമുഖത്ത്. ഇതിനിടയിലും ജലപീരങ്കി പ്രയോഗം. വീണ്ടും ജലപീരങ്കി ഉപയോഗിച്ച് സമരക്കാരെ ആക്രമിച്ചതോടെ അവർ പ്രകോപിതരായി. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷമാണ് പ്രവർത്തകർ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞുപോയത്. നെട്ടയം സംഘർഷത്തിൽ വട്ടിയൂർക്കാവ് SHO വിപിൻ്റെയും SI ദീപുവിൻ്റെയും നേതൃത്വത്തിൽ പോലീസ് നടത്തിയത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന കൊടിയ ക്രൂരതയാണ് എന്ന് ആർ ശ്രീലേഖ പറയുന്നു. വട്ടിയൂർക്കാവ് നെട്ടയം മലമുകൾ. ഇവിടെ ബന്ധുക്കളും അയൽക്കാരുമായ 2 പേർ. ബന്ധുക്കളും അയൽക്കാരുമായ സുനിൽ, ബിനു എന്നിവർ തമ്മിലുണ്ടായ ഒരു തർക്കവും സംഘർഷവും. ഒരു പെൺകുട്ടി ഇതിലൊരാൾ അസഭ്യം പറഞ്ഞതായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ചു വരികയായിരുന്ന സുനിലിനെ മലമുകളിൽ വെച്ച് ഒരു സംഘം തടഞ്ഞു നിർത്തുന്നു. ആ സംഘം സുനിലിനെ ക്രൂരമായി മർദ്ദിച്ചു. സുനിലിനെ പേരൂർക്കട ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞ് BJP പ്രവർത്തകർ തടിച്ചുകൂടി. ഇതിനെ എതിർത്ത് CPM മറുവശത്ത്. വട്ടിയൂർക്കാവ് പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് തുടർന്ന് BJP ആരോപണമുന്നയിച്ചു. അന്ന് പകൽ മുഴുവൻ മലമുകളിൽ BJPയും CPMും തമ്മിൽ ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നു. ഒടുവിൽ വൈകിട്ട് 7 മണിക്ക് ഇരുവിഭാഗവും മലമുകൾ ജംഗ്ഷനിൽ നിരന്നതോടെ പോലീസും സ്ഥലത്തെത്തി. അവിടെ കൂടി നിന്ന BJP പ്രവർത്തകരെ ഓടിക്കാൻ പോലീസ് ലാത്തിച്ചാർജ് നടത്തുന്നു. ഇതാണ് BJP പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. എന്തുകൊണ്ട് CPM പ്രവർത്തകരെ ലാത്തിച്ചാർജ് നടത്തി അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചില്ല? ഏകപക്ഷീയ ആക്രമണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് തങ്ങളുടെ നേർക്കുണ്ടായത് എന്ന് BJP ആരോപണം ഉന്നയിക്കുന്നു. തുടർന്ന് പോലീസിന് നേർക്ക് കല്ലേറ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ CPO ദീപുവിന് കല്ലേറിൽ പരിക്കേറ്റു. തുടർന്ന് ഇദ്ദേഹത്തെ പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. രാത്രി 11:30 മണിയോടെ BJP RSS പ്രവർത്തകർ വട്ടിയൂർക്കാവ് സ്റ്റേഷന് മുന്നിലെത്തി. അവിടെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. രാത്രി 11:30 മണിക്കായിരുന്നു ഈ പ്രതിഷേധ മാർച്ച്. തുടർന്നിവർ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. മലമുകളിൽ വെച്ച് സംഘർഷമുണ്ടായപ്പോൾ ഏകപക്ഷീയമായി പ്രവർത്തിച്ച വട്ടിയൂർക്കാവ് CI വിപിനും ഒപ്പമുണ്ടായിരുന്ന 2 പോലീസുകാർക്കുമെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് BJP പ്രവർത്തകർ അവിടെ മുഴക്കിയത്. രാത്രി 12 മണിയോടെ പിരിഞ്ഞു പോകാനൊരുങ്ങിയ BJP പ്രവർത്തകർ. എന്നാൽ അവർക്കിടയിലേക്ക് ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെത്തി. ഇതോടെ വീണ്ടും സംഘർഷാവസ്ഥ. സംഘർഷമറിഞ്ഞ് സ്ഥലത്തെത്തിയ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അജയ് നാഥുമായി BJP നേതാക്കളായി ഗിരികുമാർ, സുധാകരൻ എന്നിവർ നടത്തിയ ചർച്ചകളെ തുടർന്ന് രാത്രി 1 മണിയോടെ സംഘർഷത്തിനയവ് വന്നു. 24 മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയില്ല. ക്രമസമാധാന പാലനത്തിനാണ് ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നത് എന്ന് കന്റോൺമെന്റ് AC പറയുന്നു. രാത്രി വൈകിയും BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ പോലീസ് എടപ്പഴഞ്ഞി കുമാരരാമം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തുന്നു. അവിടെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരെ അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ചുവെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ ആരോപിക്കുന്നത്. CPMന് വേണ്ടി വിടുപടി നടത്തുന്ന പോലീസ്. തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ രൂക്ഷമായ ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഉയർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ സംഘർഷമുണ്ടാക്കാൻ CPM ശ്രമിച്ചിരുന്നു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ പ്രതിയാക്കിക്കൊണ്ട് കേസുമെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസം മലമുകളിൽ നടന്ന പ്രശ്നമെന്ന് BJP നേതാക്കൾ പറയുന്നു. എന്നാൽ എടപ്പഴഞ്ഞി ക്ഷേത്രത്തിലെത്തി അതിക്രമിച്ചു കയറി പ്രവർത്തകരെ മർദ്ദിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് BJP വീണ്ടും കോപാകുലരാക്കി. പോലീസ് വാഹനത്തിലിട്ടും പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്നു. എടപ്പഴഞ്ഞി ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രമത പാഠശാല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരെയാണ് അതിക്രൂരമായി മർദ്ദിച്ചതെന്നാണ് അവർ പറയുന്നത്. നെട്ടയം മലമുകളിൽ BJP പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചു എന്ന കേസിലെ പ്രതികളെന്ന പേരിലാണ് ക്ഷേത്രത്തിലെത്തി ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. വട്ടിയൂർക്കാവ് SHO വിപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് BJP പറഞ്ഞു. തുടർന്ന് BJP പ്രവർത്തകരുടെ രൂക്ഷമായ സമര മുഖമാണ് നമ്മൾ കണ്ടത്. ക്ഷേത്ര മതപാഠശാല യോഗത്തിൽ പങ്കെടുത്തിരുന്ന ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരെയാണ് പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും മതപാഠശാല തല്ലിത്തകർക്കുകയും ചെയ്തതെന്നാണ് BJP നേതാക്കളുടെ ആരോപണം.
വേദഗ്രന്ഥങ്ങൾ അവർ വലിച്ചെറിഞ്ഞു. മതപാഠശാലയ്ക്കുള്ളിൽ വെച്ചിരുന്ന ദേവീദേവന്മാരുടെ ചിത്രങ്ങളും ബിംബങ്ങളുമൊക്കെ തല്ലി തകർത്തു. ശ്രീകൃഷ്ണ വിഗ്രഹവും മതപാഠശാലയിലെ പുസ്തക അലമാരകളും പോലീസ് തകർത്തുവെന്നാണ് അവർ പറയുന്നത്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് മഫ്തിയിലുള്ള ഏതാനും പോലീസുകാർ സമീപത്തുള്ള അളകാപുരി ഓഡിറ്റോറിയത്തിലൂടെ ക്ഷേത്രമതിൽ ചാടിക്കടക്കുന്നു. തുടർന്നാണ് മതപാഠശാല യോഗത്തിൽ പങ്കെടുത്തിരുന്നവരുടെ നേർക്ക് പോലീസ് അടുത്തത്. പിന്നാലെ എത്തിയ യൂണിഫോം ധരിച്ച പോലീസുകാർ ക്ഷേത്ര ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കടന്ന് മതപാഠശാലയുടെ കതക് ചവിട്ടിപ്പൊളിച്ചു. തുടർന്ന് സംഘം കണ്ണിൽ കണ്ടവരെയൊക്കെ മർദ്ദിക്കുന്നു. യോഗത്തിൽ പങ്കെടുത്ത 4 പേരെ അതിക്രൂരമായി മർദ്ദിച്ച് ഉടുമുണ്ട് പോലും ഉരിഞ്ഞ് വലിച്ചിഴച്ച് പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. വട്ടിയൂർക്കാവ് SHO വിപിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ശ്രീലേഖയുൾപ്പെടെയുള്ള BJP നേതാക്കൾ ഉയർത്തുന്നത്. നേരത്തെ തന്നെ രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആരോപണമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണിത്. അതിരൂക്ഷമായ ആരോപണമാണ് ഇപ്പോൾ BJP നേതൃത്വം പോലീസ് സംവിധാനങ്ങൾക്കെതിരെ മുഴക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ശ്രീലേഖയുടെ നേതൃത്വത്തിൽ കാണുന്ന ഉജ്ജ്വല സമരം. ശ്രീലേഖയുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ അതിശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് BJP പറയുന്നത്. നെട്ടയം പ്രദേശത്ത് നടന്ന അക്രമ സംഭവം BJP നേതൃത്വം ആസൂത്രണം ചെയ്തതാണ് എന്ന് തിരുവനന്തപുരം നഗരസഭ LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് പറയുന്നു. 2 പേർ തമ്മിലുണ്ടായിരുന്ന കുടുംബ വഴക്ക് മുതലെടുത്ത് നാട്ടിൽ അക്രമവും കലാപാവസ്ഥയും സൃഷ്ടിക്കാൻ BJP സംഘടിതമായ ശ്രമം നടത്തുന്നു. കോർപ്പറേഷൻ മേയറും RSS പശ്ചാത്തലമുള്ള കൗൺസിലർമാരും ഈ നീക്കങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുന്നുവെന്നാണ് SP ദീപക് പറയുന്നത്. BJP പ്രവർത്തകൻ ബിനുവിന്റെ ഭാര്യയുടെ നേരെ നടത്തിയ നഗ്നതാ പ്രദർശനത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് വേണ്ട നടപടിയെടുത്തില്ല എന്ന ആരോപണവും BJP ഉയർത്തുന്നു. DYFIക്കാരുടെ കല്ലേറിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥർക്ക് രക്ഷാപ്രവർത്തനം നടത്തിയത് BJP പ്രവർത്തകരാണ്. തങ്ങളുടെ കയ്യിൽ അതിന് തെളിവുണ്ട്. പോലീസുകാർക്ക് പരിക്കേറ്റത് DYFI പ്രവർത്തകരുടെ കല്ലേറിലാണ്. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് BJPയുടെ അവകാശവാദം. പരിക്കേറ്റ വട്ടിയൂർക്കാവ് SHO വിപിനും പോലീസുകാരായ ദീപു, ഷിബു എന്നിവരും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. കൃത്യമായ അന്വേഷണം ഈ സംഭവ പരമ്പരയിൽ വേണം. അതിലപ്പുറം നടപടികളെടുത്ത് ഈ പ്രശ്നം ഉടനടി പരിഹരിക്കുകയും വേണം. ശ്രീലേഖ ഉൾപ്പെടെ സമരരംഗത്തുള്ളപ്പോൾ അവർ അത്ര പെട്ടെന്ന് പിന്മാറില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ കാഴ്ചകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.